ഇനി നമ്മുടെ ഈ സിനിമ ഫീൽഡിലേക്ക് വന്നതും കുഞ്ഞു മുതലേ അതിനോട് ഒരു പാഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെയൊക്കെ ഒന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ഒന്ന് ഇതായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞാൽ വരൂ ഹലോ ഏട്ടന്റെ കാര്യം കേട്ടോ അതൊരു ഇച്ചിരി പറയുന്നത്. എന്റെ ഏട്ടൻ അങ്ങനത്തെ ആളൊന്നും അല്ലല്ല. ഷാജി ചേട്ടൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കൽ ഞാനിപ്പോഴും ഓർക്കുന്നു. പൃഥ്വിരാജ് AK സാജൻ ചേട്ടൻ എഴുതുന്നു. അപ്പോൾ പൃഥ്വി വന്നിട്ട് കഥ കേൾക്കാൻ വേണ്ടിയിട്ട് വഴുതക്കാട് ഗസ്റ്റ് ഹൗസിൽ വരിക. അപ്പം ഈ സായി ചേട്ടനാണ് ഷാജി ചേട്ടനെ ഏറ്റവും നന്നായിട്ട് എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സായി കുമാർ ചേട്ടൻ അസലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ഞങ്ങൾ കൃഷ്ണം എന്ന് പറഞ്ഞൊരു പടത്തിന് തൃശ്ശൂരിൽ ഇരിക്കുമ്പോഴും ഇത് തന്നെ പരിപാടി ഷാജി ചേട്ടനെ അസലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പം അന്ന് അപ്പം എന്താ പറയുക, ഒരു ഇമിറ്റേഷൻ അല്ലേ. എന്തിനാ ലാലേട്ടൻ വരെ ചിലപ്പോൾ അടുത്തിരുന്നിട്ട് അത് ഷാജിയല്ലേ എന്ന് സംസാരിക്കുമ്പോൾ. അപ്പോൾ പൃഥ്വിരാജ് വൈകുന്നേരം ഈ സബ്ജക്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വഴുതക്കാട് ഗസ്റ്റ് ഹൗസിൽ വരിക. അപ്പം ഷാജിയേട്ടനുണ്ട് ഇവരാണ്. കുറച്ച് നേരം ഷാജിയേട്ടനായിട്ട് സംസാരിച്ചിരുന്നിട്ട് കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യല്ലേ എന്ന് ആ ഷാജിയേട്ടൻ ചോദിക്കുന്നത് ഇവനെന്താ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ പുള്ളിയുമായിട്ട് ഇതായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അഡിക്റ്റ് ആയി എന്നുള്ളതാണ് ഷായി സാറിന്. അപ്പോൾ അതൊരു ഭയങ്കര ഗിഫ്റ്റാണ്, അതറിയാമോ? സത്യമായിട്ടും അത് വളരെ ഒരു ഇതാണ്. അപ്പം സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ ചോദ്യത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ വരാനുള്ള അല്ലേ അതല്ലേ ആ പാഷൻ എന്ന് വെച്ചാൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ഷായി സാറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഞാൻ MG കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഉടനെ തന്നെ ഞാൻ ഷായി സാറിൻ്റെ അടുത്ത് ബൈജു ഇല്ലേ നമ്മുടെ തിരുവനന്തപുരത്തെ നടൻ ബൈജു വഴി ഞാൻ പറയും സാറേ എനിക്ക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പം ഷായി ചേട്ടൻ അന്ന് 7ഓളം പടം കഴിഞ്ഞ് നിൽക്കുക. എനിക്കറിയാം സൺഡേ 7 PM, സൗഹൃദം, അങ്ങനെ കുറേ ന്യൂസ് അങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നാൽ ചെയ്തോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചില വിത്തുകൾ വീഴുന്ന സ്ഥലങ്ങളിൽ മുളയ്ക്കുന്നതായിരിക്കും. നമുക്ക് ചേറ്റിൽ വീണ അത് ചിലപ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ഞാൻ വന്ന് പെട്ട ക്രൂസ് എന്ന് പറഞ്ഞാൽ അന്ന് രഞ്ജി പണിക്കർ സാറായിരുന്നു എൻ്റെ തിരക്കഥാകൃത്ത്. പിന്നെ രവി K ചന്ദ്രൻ എന്ന് പറയുന്ന അമിതാഭ് ബച്ചനെ വെച്ച് വരെ ഫേമസ് ക്യാമറാമാനായിരുന്നു അതിൻ്റെ ക്യാമറ സൈഡ്. പിന്നെ ഷായി സാർ എന്ന് പറഞ്ഞു. ഷായി സാറിനുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഷായി സാറ് ഏതൊക്കെ ക്യാമറാമാൻമാരെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ വളരെ ഈവൻ ഫോർ എക്സാമ്പിൾ സന്തോഷ് ശിവൻ, രവി K ചന്ദ്രൻ, ഈ ലേറ്റസ്റ്റ് ആയിട്ട് രവി വർമ്മൻ, വലിയേട്ടനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ രവി വർമ്മൻ ആയിരുന്നു എൻ്റെ ക്യാമറാമാൻ. അപ്പം അങ്ങനെ ഒരു ഈ രാജീവ് രവി അടക്കം ഒരുപാട് പേര് അങ്ങനെ ഷായി സാറിന് അങ്ങനെ ഒരുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞതുപോലെ സിനിമയിൽ ഞാൻ ആദ്യം അസിസ്റ്റൻ്റായിട്ട് ഡോക്ടർ പശുപതി ഞാൻ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം തലസ്ഥാനം എന്ന് പറഞ്ഞ സിനിമ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നു. അതിന് അച്ഛൻ്റെ സഹായത്തോടു കൂടെ എൻ്റെ നിർമ്മാതാവ് അച്ഛനായിരുന്നു. അങ്ങനെ ആ സബ്ജക്റ്റ് തലസ്ഥാനം വരികയും ദൈവം സഹായത്താൽ ആ സിനിമ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ആ സിനിമ ഒരു ഡിസാസ്റ്റർ ആയെങ്കിൽ ഞാനെന്നൊരു നടൻ ഇപ്പം ചേച്ചിയുടെ മുമ്പിൽ ഇരിക്കില്ലായിരുന്നു. അപ്പം അത് കാരണം ഞാനിപ്പം പറയാൻ കാരണം ഞാൻ ആരെയും ഇതാക്കുന്നതല്ല. നമ്മുടെ ചിത്രമെടുത്ത PKR പിള്ളയും ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടത് അങ്ങോട്ട് ആയില്ല. അപ്പം നടനെന്ന പേരിൽ അപ്പം ദൈവം എനിക്ക് വിധിച്ചിരുന്ന ഒരു സംഭവം അതാണെന്നും അങ്ങനെ ഒരു എന്താ പറയുക ഒരു ബ്ലാസ്റ്റിംഗ് സാധനത്തിൽ തന്നെ വന്നതിന് ഞാൻ ആ ക്രൂസിനോടൊക്കെ ഞാൻ വളരെ നന്ദി പറയുന്നു. പിന്നെ ഒരുപാട് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഇങ്ങനെ പോയി. അത് ഒരു നിമിത്തം പോലെ ഒരുപാട് നരസിംഹം, വലിയേട്ടൻ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, ചിന്താമണി, കൊലക്കേസ്, അങ്ങനെ ഒരുപാട് സിനിമകളിൽ അങ്ങനെ വരികയുണ്ടായി. അപ്പം എന്തുകൊണ്ടും ഇപ്പോഴും പലരും ചോദിക്കുന്ന വെച്ചാൽ എന്നെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഷാജി സാർ എവിടെയാണ്. അത് ഞാനിപ്പോൾ കൂടെ ഞാൻ പറഞ്ഞു ഷാജി ചേട്ടാ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചേട്ടൻ്റെ ഒരു ഇത് എനിക്ക് പറഞ്ഞാണ് അവരെടുത്ത്. കാരണം ഇപ്പോഴും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം വരുന്നു എന്നുള്ളത് വരുന്നുണ്ട്. അപ്പം ഭീകര പ്രതീക്ഷയാണ്, ഭീകര എക്സ്പെക്റ്റേഷനാണ്. സോ എന്താ പറയുക, ഞാനിങ്ങനെ പറയുകയുണ്ടായി, നമുക്ക് ഈ ഹൈറ്റ്സ് കൂടി പോകും തോറും അതിൻ്റെ ഒരു ഇതും കൂടുമല്ലോ. അതുപോലെ നല്ലൊരു പ്രോജക്റ്റ് വരട്ടെ, അത് അടുത്തൊരു ഹിറ്റ് ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് സംഭവം. ഇപ്പൊ ശരിക്കും എത്ര വർഷമായിട്ട് ഫിലിം ഫീൽഡിൽ വന്നത്? ഇത് എൻ്റെ അടുത്ത് വേറെ ആൾ ചോദിച്ചു. 24th ഇയർ ആണത്, ഗോയിങ് ടു 25th ഇയർ. ഈ കൊല്ലം 25ാമത്തെ വർഷം. ഈ കൊല്ലം അല്ല, അടുത്ത കൊല്ലം ആകുമ്പോൾ 25ാം വർഷമാവും. അപ്പം ഒരുപാട് നല്ല സിനിമകൾ, പിന്നെ ദൈവം സഹായിച്ചാണെങ്കിലും വലുത് ചെറുതുമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ ആണെങ്കിലും എനിക്കറിയാമല്ലോ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് വലിയ പാടും സംഭവങ്ങളും ഒക്കെ. അപ്പോഴും നമ്മളിപ്പം ഷെർലോക്ക് ടോംസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഷെർലോക്ക് ടോംസ് നല്ല റെസ്പോണ്ട് ഉണ്ട്. ഷാഫി സാറ്
സംവിധാനം ചെയ്ത് സച്ചി എഴുതി ബിജു മേനോൻ ലീഡ് റോളിൽ ചെയ്യുന്ന ഷെർലോക്ക് ടോംസ് ഇപ്പം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പോകുന്നു എന്ന് അറിയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ അതിനു മുമ്പ് വന്ന പുത്തൻ പണം, പിന്നെ തൃശ്ശൂർ പേരൂർ ക്ലിപ്പ്, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാസ്റ്റർ പീസാണ് നമ്മുടെ മമ്മുക്ക, ഉദയൻ, പുലിമുരുകന് ശേഷം ഉദയൻ എഴുതുന്ന മാസ്റ്റർ പീസ്. പിന്നെ ആഭാസം, അത് ഒരു പ്രൊഫസറാണ് മമ്മൂക്കയുടെ കൂടെ. ഈ പുത്തൻ പണത്തിൽ വന്ന് മമ്മൂക്കയുടെ കൂടെ ഫൈറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വിധി എഴുതി. അപ്പോൾ മമ്മൂക്ക പ്രൊഫസറിലോട്ട് വന്നു. കാരണം അതിൽ കോളേജ് സബ്ജക്റ്റാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും സബ്ജക്റ്റ് ഉദയൻ പറയുമ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കും എന്നുള്ളത്. ഹലോ, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മൂക്ക കൂടെ പ്രൊഫസറായിട്ടാണ്. അപ്പം ഞാൻ ശരി, പ്രൊഫസറായിട്ടാണെങ്കിൽ പോലും നല്ലൊരു ആംബിയൻസ് ആക്കുക. കൊല്ലം ഫാത്തിമ കോളേജിൽ വെച്ചാണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. പിന്നെ ആഭാസം എന്ന് പറഞ്ഞൊരു പടം, അത് ബാംഗ്ലൂർ ജുബിത്ത് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ്, സുരാജ് വെഞ്ഞാറമ്മൂട്. അതിൽ വേറൊരു ആംബിയൻസിലുള്ള ഒരു പടം, റിമ കല്ലിങ്കലൊക്കെ കൂടെ അഭിനയിക്കുന്ന പടം. ഏറ്റവും കൂടുതൽ പോലീസ് ഓഫീസേഴ്സ് ക്യാരക്ടേഴ്സ് അത് ഞാനിപ്പം ഈ എല്ലാ ചോദ്യങ്ങൾക്കും വന്ന് തട്ടി നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ ഷാജി. കാരണം അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അല്ല. ഈ ഷാജി സാറിൻ്റെ ഒരു പടത്തിൽ നമ്മൾ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇപ്പം പലരും എന്നോട് ചോദിക്കും, ജയകുമാർ എപ്പോൾ വേണമെങ്കിലും മാറാം. ഇതെനിക്ക് എങ്ങനെ വന്നു പെട്ടെന്നറിയാമോ, ലേലം എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ലേലത്തിൽ കൂടെ നിന്നിട്ട് ചതിക്കുന്ന ഒരു സാധനമാണ്. അപ്പം പുള്ളി അത് എപ്പോൾ വേണമെങ്കിലും. അപ്പം നമ്മൾ ഒരു പടം ചെയ്യുകയും അത് ജനങ്ങളിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് പിന്നെ അത് ബ്രാൻഡ് ചെയ്യപ്പെടുക. അതുപോലെയാണ് ഈ പോലീസ് വേഷങ്ങളിൽ. ഷായിച്ചേട്ടൻ്റെ പടത്തിൽ തന്നെ ഞാനൊരു ഒരു 3-4 സിനിമകളിൽ ഞാൻ അടുപ്പിച്ച് യൂണിഫോം ഇട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, കമ്മീഷണറായും പോലീസായും. ഇപ്പം ഷെർലോക്ക് ടോംസിലെ കമ്മീഷണറാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ നമുക്കിപ്പോൾ ഈ ഷാജി സാറ്, ജോഷി സാറ് എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ പടത്തിൽ നമ്മളിന്ന് ഒന്നായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടാൽ പിന്നെ അതൊന്ന് ഊരാൻ വലിയ പാടും. കാരണം അത് അങ്ങോട്ട് അടുത്ത ചോയ്സ് വരുമ്പോൾ കാറ്റഗറൈസ്ഡ് ആയി അത് നമുക്ക് പുള്ളിയെ വിളിക്കാം എന്നുള്ളൊരു സംഭവത്തിൽ അങ്ങനെയാണ് ഈ പോലീസ് വേഷം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് അത് തന്നെ ചെയ്യണമെന്നൊരു തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളന്ന് പാർവതി പരിണയം ജയിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ കൊക്കരക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ദിലീപ്, സുധീഷ് ഒക്കെ കൂടെ ഞങ്ങൾ ചെയ്യുന്ന അന്ന് അവിടെ വെച്ച് ഗുരുവായൂരിൽ വെച്ച് തന്നെയായിരുന്നു. അതൊക്കെ വളരെ ആസ്വദിച്ച് വളരെ ലളിതമായ രീതിയിൽ ഹ്യൂമർ വർക്കൗട്ട് ചെയ്ത സാധനമാണ്. ഇപ്പൊ ആൻമരിയ കലിപ്പിലാണെങ്കിൽ പോലും വേഷം പോലീസിന്റെ ആണെങ്കിലും പക്ഷെ അതൊരു ഹ്യൂമർ കുറച്ച് സീനുകൾ കുറച്ച് മിക്സ്ഡ് ആണ്.